ഹലോ, നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും 2022 നമ്മളുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ തുടക്കത്തിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയാണ് കേട്ടോ അത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഒരു രീതിയിലുമാണ്. അപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ തന്നെ ഭഗവാനെയൊക്കെ പോയി ഒന്ന് തൊഴുത് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം, നല്ലൊരു ദിവസം വിചാരിച്ചിട്ട് അങ്ങനെ അമ്പലത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും എങ്ങനെയൊക്കെ ആയിരുന്നു ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്? എന്തായാലും വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊന്നും ഇപ്പം നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു അനുമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നിട്ടുള്ള ആഘോഷങ്ങൾ, ചെറിയ ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളായിരുന്നു. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. അമ്പലം, കുളം, ആൽത്തറ, പാടം, അങ്ങനെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ നമ്മൾ രാവിലെ തന്നെ അങ്ങനെ ഒരു ദിവസം തുടങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം തന്നെ നല്ലൊരു ഐശ്വര്യമുള്ളതായിട്ട് തോന്നൂലേ. അപ്പോൾ പിന്നെ ഒരു വർഷം തന്നെ അങ്ങോട്ട് ഐശ്വര്യമുള്ളതാവട്ടെ. അപ്പോൾ നമ്മളുടെ ഫാമിലിയുള്ള എല്ലാവർക്കും ഈ ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത്, ഇതുപോലെ ആലുള്ള അമ്പലത്തിൻ്റെ ചുവട്ടിൽ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഇതാ ഈ ഒരു മന്ത്രം അത് ചൊല്ലിയിട്ടാണ് കേട്ടോ അവിടെ പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വൈബ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് സെലിബ്രേഷൻ, DJ, നൈറ്റ് പാർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരിക. അപ്പോൾ ഇപ്രാവശ്യം അതിനൊന്നും നിവർത്തിയില്ലായിരുന്നു. നമ്മൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതല്ലേ ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വർഷം ഇങ്ങനെയാണ് ഈ വർഷത്തെ കേട്ടോ. ഇതിൻ്റെ വൈബ് എന്ന് പറയുന്നത് വേറൊരു വൈബാണ് അല്ലേ. ഇതായിരുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അമ്പലം, ഈ ഒരു രാവിലത്തെ ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ, അതിൻ്റെയൊക്കെ വൈബ് വേറൊരു ലെവലാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മളുടെ ഈ ഫാമിലിയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ. തുടങ്ങണത് ഇങ്ങനെ അമ്മമ്മയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയതാ. എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അതാ കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക, സൈത്തേട്ടൻ എവിടെ പോയി, സൈത്തേട്ടൻ എവിടെ പോയി എന്ന്. സൈത്തേട്ടൻ ഇതേ നിൽക്കണം. അതെ 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 ന്യൂ ഇയർ ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കായിരുന്നു. സൈത്തേട്ടൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ നിൽക്കണു. ആ ഇതെവിടേക്കപ്പോ എത്തിക്കഴിഞ്ഞു പറഞ്ഞിട്ട് ഐശ്വര്യം. അതന്നെ അച്ഛനെ പറ്റിയിട്ട് പറയാനുണ്ട്, അത് പറയാൻ നമുക്ക് ബാക്കി. അപ്പോൾ എന്തായാലും നമ്മൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടെ ഞാനും ഇവിടെ ഉണ്ട്. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് എന്താ എല്ലാവർക്കും പറയാനുള്ളത്? എല്ലാവരോടും ഒന്നുകൂടെ വിഷ് ചെയ്തോളൂ, നമ്മളുടെ ഫാമിലിയിലത്തെ എല്ലാവരും പറഞ്ഞോളൂ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. നമ്മളിപ്പോൾ ചാനൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഉണ്ടല്ലേ, കഴിഞ്ഞ ന്യൂ ഇയറിന് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എന്തായാലും ഒരു വർഷം. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് രണ്ടാമത്തെ ന്യൂ ഇയർ ആണിത്. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞേ പ്രതു, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ അമ്മമ്മേ. ഹാപ്പി ന്യൂ ഇയർ പാറു. ഹാപ്പി ന്യൂ ഇയർ അമ്മ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അച്ഛാ സെയിം ഫോർ ഓൾ. ഹായ്. ഹാപ്പി ന്യൂ ഇയർ. അതാണ്. അപ്പോൾ നമ്മുടെ വക എല്ലാവർക്കും ഇങ്ങനെ കുഞ്ഞേ ഒരു ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിവിടെ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക, പക്ഷെ എല്ലാവരെയും കൂടി ഒന്നിച്ച് കിട്ടണ്ടേ. ഇത് കണ്ടോ, അതന്നെയാണ് പരിപാടി. അച്ഛൻ രാവിലെ അല്ല 2 ദിവസമായി, ഇന്നലെയും മിനിഞ്ഞാന്നും തുടങ്ങിയതാണ് ഈ ഒരു പരിപാടി. ഇപ്പോഴും തീർത്തിട്ടില്ല. അച്ഛൻ തന്നെ ഇങ്ങോട്ട് വരട്ടെ, അച്ഛനോടെങ്ങനെ ചോദിക്കാം. അച്ഛ ഇങ്ങോട്ട് വരും. ആ ചോദിക്കാനുള്ളത് തന്നെ. അച്ഛൻ മൊത്തത്തിൽ എത്ര ആളെ വിഷ് ചെയ്തിട്ടുണ്ടാവും? ഒരു കണക്കാണ്. അച്ഛന് മൊത്തത്തില് ഇന്നിപ്പോ എത്ര ആളെ വിഷ് ചെയ്തിട്ടുണ്ടാവും? ഇന്നത്തെ കണക്ക് എടുക്കാൻ പറ്റില്ല. മൊത്തത്തിൽ ഇന്നലെ കാലത്ത് 10:30 മണി മുതൽക്ക് ഇന്നിപ്പോ ഈ സെയിം ടൈം വരയ്ക്ക് 375 പേരെ ഞാൻ വിളിച്ചു. അതിൽ എനിക്ക് 325 പേര് കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ 50 പേര് ഇപ്പോഴും വെളിയില്ല. 50 പേര് രക്ഷപ്പെട്ടു. 50 പേര് എവിടെ പെട്ടു എന്നുള്ളത് അടുത്ത ന്യൂ ഇയർ അത് ചിലപ്പോ ഇപ്പൊ ഇങ്ങനെ ഓരോ കോൾ ഇങ്ങനെ റിട്ടേൺ വരുന്നുണ്ട്. അപ്പൊ ആ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പൊ വൈകുന്നേരം കിട്ടിക്കൂടായിരിക്കാം.
നമ്മുടെ മാതിരി എല്ലാവരും ഫ്രീ ആവില്ലല്ലോ. അല്ല ശരിയാ. ഇങ്ങനെ കോണ്ടാക്ട് കീപ്പ് ചെയ്യണ ഒരാള് ഞാൻ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഫോറിനിലേക്കും പോയിട്ടുള്ള കോളേ. അതെ അല്ല ഞാൻ പറയാം, ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആൾക്കാരെ കോണ്ടാക്ട് വെച്ചിട്ട് അവർ അതിങ്ങനെ. പക്ഷെ ഇന്നത്തെ ഡേറ്റ് വരയ്ക്ക് ഒരാൾ പോലും എന്നെ വിളിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇങ്ങോട്ട് വിളിച്ച് വിഷയം അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ അങ്ങോട്ട് വിളിച്ച് ഒരാൾ പോലും എന്നെ വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ആദ്യത്തെ ന്യൂ ഇയർ എന്താ വെച്ചാൽ നമ്മൾ അതിനാണ് ഇന്നലെ തന്നെ ആരംഭിച്ചത്. ഞാനാവും ആദ്യത്തെ ഹാപ്പി. അതിനാണ് ഞാൻ ഇന്നലെ ആരംഭിക്കാൻ കാരണം എന്താ വെച്ചാൽ ഹാപ്പി ന്യൂ ഇയർ ഡേ ഇന്നാണ്. അപ്പൊ ഇന്ന് കാലത്ത് ആൾക്കാർ കൂക്കുമുളിയും കൂടുള്ളൂ. അപ്പൊ അത് കൂടരുത് എന്നിച്ചിട്ടാണ് ഇന്നലെ മുതൽക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇന്നലെ ഇനിയിപ്പോ അങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് അവരിക്കില്ല, അന്നേരം സംസാരിച്ചല്ലോ. ഇന്നിപ്പോ അതിന് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാര് അങ്ങനെയാണ് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത് അച്ഛൻ മാത്രം കേട്ടോ. ബാക്കി നമ്മൾ ആരും അങ്ങനെ അല്ലേ അങ്ങനെ കോൾ ചെയ്യാ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഇത് അച്ഛൻ ഇതിനായിട്ടാണ് മാറ്റി വെച്ചിരിക്കുകയാണ് സമയം അല്ലേ അച്ഛാ? നമ്മുടെ കൂട്ടുകാരെ വിളിക്കാൻ വിളിക്കാൻ പറ്റില്ല. അച്ഛന്റെ ഫോണിൽ ആരുടെയൊക്കെ നമ്പർ ഉണ്ടോ അവരിനൊക്കെ ചിലപ്പോ ആ വിളിക്കുന്ന ആൾക്കാർക്ക് അറിയുമ്പോഴുണ്ടാവില്ല. ചിലപ്പോ അല്ല അതിന് പറയല്ലോ കേരള മലപ്പുറം ഡിസ്ട്രിക്ട് അഡ്രസ് ആരാണെന്ന് നോക്കുമ്പോ അഡ്രസ് പറയും. എന്റെ അഡ്രസ് അപ്പൊ മനസ്സിലായി പറയും. എന്നാ മനസ്സിലായില്ലേ, എന്നാ ഓക്കെ താങ്ക് യു പറയും. അതെ, ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് വിഷ് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മളെ ഫാമിലിയിൽ വന്നിട്ട് എല്ലാവരും ഇവരടുത്തും കൂടെ എല്ലാവരും ഇനിയിപ്പോ ഈ കാണുന്ന ആൾക്കാരുടെ ഫാമിലികളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആണ്. അതെ, എല്ലാവർക്കും. അപ്പൊ നമ്മളുടെ ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വേറെ വലിയ ആഘോഷങ്ങൾ അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ടൊരു കുഞ്ഞ് കേക്ക് ഉണ്ട്, അതൊന്നും നമ്മൾ ഇത്രയും പേരിനെ ഒന്ന് കട്ട് ചെയ്യുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എല്ലാവരും നല്ലപോലെ ഇതുപോലെ വീട്ടിലിരുന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കുഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ പോവുക. എല്ലാവർക്കും പ്ലം തന്നെയാണ് കേട്ടോ, നമ്മളുടെ ക്രിസ്മസിന്റെ പോലെ തന്നെ പ്ലം കേക്ക് തന്നെയാണ്. അപ്പൊ നമുക്കത് കട്ട് ചെയ്യാൻ പോവാം. ഇവിടെ കുറെ ദിവസമായിട്ട് എനിക്ക് വീഡിയോ എടുത്ത ഒരാളില്ലായിരുന്നു, ഇപ്പൊ വീഡിയോ എടുത്ത ഒരാൾ വന്നു. ഇത്രയും ദിവസമൊക്കെ സെൽഫ് വീഡിയോ തന്നെ ആയിരുന്നു. ഇപ്പൊ എന്തായാലും ആള് വന്നിട്ടുണ്ട്. എല്ലാരും ഇന്നലെ ശരിക്കും പാറുവിന് ശരിക്കും മൂഡ് ഔട്ടായിട്ടിരിക്കുന്നു. കാരണം അവളുടെ മനസ്സിൽ ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള പാർട്ടിയും അങ്ങനെ എന്താ പറയുക അതൊക്കെ, അതെ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മ നമ്മൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണേ. ഞാൻ പറയും പപ്പ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഒന്നുമില്ല എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എന്താ ഉണ്ടായേ? അപ്പൊ അതാ ഇങ്ങനെ പ്രതു എന്താണ്ടായേ? അതെ, പപ്പ കുറേ സാധനങ്ങളായിട്ട് പപ്പ ഒരൊറ്റ വരവാ. അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു സർപ്രൈസ് ഇന്ന് വരുന്ന അറിയായിരുന്നു. പക്ഷേ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി തന്നെ എത്തും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അല്ല എന്തപ്പോൾ കഥ അറിയോ? എന്തൊക്കെയാണ് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയിട്ട്? അതെ, കാണുവാനില്ല എല്ലാവരും ചോദിക്കുന്നു. സജിത്തിനെ കാണാനില്ല, സജിത്തേട്ടൻ എവിടെയും ചോദിക്കുന്നു. ഇതൊക്കെ അറിയുന്നുണ്ടോ? അതന്നെ. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് സജിത്തേട്ടൻ.
അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പരസ്പരം നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരെയും വിളിച്ച് വിഷ് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ. അപ്പോൾ ഞാൻ അതിൽ ഇത്തിരി വീക്കാണ് കേട്ടോ. ഞാൻ അങ്ങനെ കോള് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുമ്പോൾ പറയണം, നമ്മളെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് എനിക്ക് പല രീതിയിലും ഇൻസ്റ്റയിലാണെങ്കിലും വാട്സപ്പ് അങ്ങനെ പല രീതിയിലും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഫാമിലിക്ക് മൊത്തം വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ 1-ാം തീയതി തന്നെ നമ്മളുടെ അവിടെ നടന്നിട്ടുള്ള ഒരു അയ്യപ്പൻ വിളക്കുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇനി കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നുള്ളൂ. അങ്ങനെ മുഴുവൻ വീഡിയോ കാണണം എന്നുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് പോയിട്ട് കണ്ടോളൂ കേട്ടോ.
അങ്ങനെ അയ്യപ്പൻ വിളക്കിലത്തെ പാലക്കൊമ്പ് വരവ് എന്നുള്ള ആ ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ, അപ്പോൾ അത് നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണ സമയത്താണ് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പോലും പലരും അറിയുന്നത്. അത് അങ്ങനത്തെ കമൻറ്റൊക്കെ കാണുന്ന സമയത്ത് വളരെയധികം സന്തോഷം തോന്നും. കാരണം നമ്മളെ ചാനലിൽ കൂടെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യമല്ലേ. സൈത്തേട്ടൻ എന്തായാലും കറക്റ്റ് സമയത്ത് സർപ്രൈസ് ആയിട്ട് വന്നുകൊണ്ട് നമ്മളും ചെറിയ രീതിയിലൊക്കെ ഒന്ന് അങ്ങോട്ട് ആഘോഷിച്ചു കിട്ടും. അപ്പോൾ ജനുവരി 1 ദിനുവിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ദിനു മാത്രം കൂടിയിട്ട് കേക്കായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ഒരു ദിവസം, പുതിയ ഒരു വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നല്ല ഒരു വർഷമായിട്ട് മാറട്ടെ. എന്തായാലും 2022 എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം നമ്മളുടെ ഫാമിലിയോട് നിങ്ങൾ എല്ലാവരും കാണിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം, സപ്പോർട്ട് എന്ന് പറയുന്നത് ഒട്ടും കുറയാണ്ട് ഇനിയും അതിലേറെ കൂടുതലായിട്ട് കൂടെ ഉണ്ടാവണം എന്ന് തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞ് ന്യൂ ഇയർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നിറയെ സ്നേഹവും സന്തോഷവും ആരോഗ്യവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഐശ്വര്യവും ഒക്കെ നിറഞ്ഞിട്ടുള്ള പുതിയൊരു വർഷം നമ്മളെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളത് വീണ്ടും ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ആശംസിക്കുകയാണ് കേട്ടോ.
പിന്നെന്താ പിന്നൊന്നുമില്ല.